ജേക്ക് ജീലൻഹാളിന്റെ പുതിയ ആക്ഷൻ ത്രില്ലർ ഡഗ് ലീമാൻ സംവിധാനം ചെയ്ത് ആമസോൺ പ്രൈമിൽ ഡയറക്റ്റ് OTT റിലീസായ റോഡ് ഹൗസ് എന്ന സിനിമ. ഇന്ന് ഈ ചിത്രത്തെക്കുറിച്ച്. റോഡ് ഹൗസ് എന്ന ഒരു ബീച്ച് സൈഡ് റെസ്റ്റോറന്റിൽ സ്ഥിരം പ്രശ്നം ഉണ്ടാക്കുന്ന കുറച്ച് ആൾക്കാരെ നേരിടാൻ വേണ്ടി ജേക്ക് ജീലൻഹാൾ അവതരിപ്പിക്കുന്ന ഡാൾട്ടൺ എന്ന ബോക്സറുടെ കഥാപാത്രം എത്തുന്നതും തുടർന്ന് ആ നാട്ടിലുണ്ടാകുന്ന കുറച്ച് സംഭവങ്ങളുമാണ് ഈ സിനിമ പറയുന്നത്. 1989 ഇറങ്ങിയ ഇതേ പേരിലുള്ള സിനിമയുടെ റീമേക്ക് ആണ് ഈ സിനിമ. പഴയ സിനിമ റിലീസായപ്പോൾ കടുത്ത വിമർശനം നേരിട്ട സിനിമയാണ്. പക്ഷെ പിന്നീട് അതിനൊരു കൾട്ട് ഫോളോയിങ് തന്നെ ഉണ്ടായി. പക്ഷെ ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല കേട്ടോ. ഈ പടം കാണാനുള്ള മെയിൻ കാരണം തന്നെ ജേക്ക് ജീലൻഹാളിന്റെ സാന്നിധ്യമാണ്. എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആക്ടറാണ് പുള്ളിക്കാരൻ. ഈ പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സത്യം പറയാലോ, ആദ്യത്തെ 1 മണിക്കൂർ എനിക്ക് തീരെ ഇഷ്ടമായില്ല. ഒട്ടും എൻഗേജിങ് അല്ലാത്ത വിധത്തിലാണ് പടം പോകുന്നത്. പക്ഷെ ഒരു മണിക്കൂർ 10-11 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ കോനർ മാക്ഗ്രെഗറും ജേക്ക് ജീലൻഹാളും കൂടി റോഡ് ഹൗസിൽ വെച്ച് മീറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു അടിയുണ്ട്. അവിടെ തൊട്ട് പടം കാണാനായിട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയി മാറി. പിന്നെ അങ്ങോട്ട് നല്ല ഫാസ്റ്റ് ആയിട്ട് പടം നീങ്ങുന്നുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി ജേക്ക് ജീലൻഹാളിന്റെ സാന്നിധ്യം തന്നെയാണ് ആദ്യത്തെ പോസിറ്റീവായിട്ട് എടുത്ത് പറയാനുള്ളത്. ലുക്ക് കൊണ്ടും കിടിലൻ ആക്ഷൻ സീനുകൾ കൊണ്ടും പുള്ളി പടം കളറാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആരാധകർക്ക് പടം ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണെന്ന് പറയാം. ഇന്റർവെല്ലിന് ശേഷമുള്ള ആക്ഷൻ സീനുകളാണ് ഈ പടത്തിന്റെ മെയിൻ പോസിറ്റീവായിട്ട് പറയാനുള്ളത്. പ്രശസ്ത ഐറിഷ് ബോക്സർ ആയിട്ടുള്ള കോനർ മാക്ഗ്രെഗറിന്റെ ആദ്യത്തെ സിനിമയാണിത്. ഗംഭീര സ്ക്രീൻ പ്രസൻസും ലുക്കും സ്റ്റൈലും അസാധ്യമായിട്ടുള്ള ആക്ഷൻ രംഗങ്ങളും കൊണ്ട് പുള്ളി പ്രേക്ഷകരെ കയ്യിലെടുക്കുന്നുണ്ട്. ഏറ്റവും അധികം പ്രതിഫലം വാങ്ങിയ പുതുമുഖ നടനാണ് അദ്ദേഹം എന്ന് പറയാം. ഈ പടത്തിന് വേണ്ടി അദ്ദേഹം 100 കോടിയാണ് പ്രതിഫലം വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ കോനർ അണ്ണനും അതുപോലെ ജേക്ക് ജീലൻഹാളും തമ്മിലുള്ള അടിയിൽ പലപ്പോഴും എനിക്ക് തോന്നി ജീലൻഹാളിനെ കവച്ചു വെട്ടുന്ന വിധത്തിലുള്ള ആക്ഷൻ ആയിരുന്നു കക്ഷിയെന്ന്. പലപ്പോഴും വില്ലന്റെ അടി കൊണ്ട് തോറ്റുപോകുന്ന അല്ലെങ്കിൽ തളർന്നു പോകുന്ന വിധം നായകനെ കാണിച്ചത് വളരെ റിയലിസ്റ്റിക് ആയിട്ടും ക്ലീഷേ ബ്രേക്കിംഗ് ആയിട്ടും തോന്നി. ഡാനിയേല മെൽച്ചിയോർ, ബില്ലി മാഗ്നുസൺ, JD പാഡോ, അർത്തുറോ കാസ്ട്രോ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന വേഷങ്ങളിൽ എത്തിയിട്ടുള്ളത്. ഗംഭീര ലൊക്കേഷനും ക്യാമറയും ബാക്ക്ഗ്രൗണ്ട് സ്കോറും പടത്തിന്റെ മികവുകളായിട്ട് പറയാം. ഇനി ഇതിന്റെ നെഗറ്റീവ്സ് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പടത്തിന്റെ ഒരു ഫസ്റ്റ് ഹാഫ് വളരെ ലാഗാണ്. ചില സമയത്ത് ഡയലോഗുകളൊക്കെ തമ്മിൽ ഭയങ്കര ഗ്യാപ്പ് അനുഭവപ്പെട്ടു. അതായത് ഒരു ഡയലോഗ് പറയേണ്ട ആ ഒരു ടൈം ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് ഡയലോഗ് വരുന്ന പോലെ. ഇത്രയും വലിച്ചു നീട്ടി എന്താ ഇങ്ങനെ ഡയലോഗ് പറഞ്ഞതെന്ന് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ 89 ഇറങ്ങിയ പടത്തിന്റെ റീമേക്കാണ്. സോ ആ ഒരു കാലം കഴിഞ്ഞ് ഇഷ്ടം പോലെ ഇതേ പ്രമേയമുള്ള ഒരു 100 ഇംഗ്ലീഷ് ആൻഡ് ഇന്ത്യൻ സിനിമകൾ തന്നെ വന്നിട്ടുണ്ടെന്ന് പറയാം. സോ ക്ലീഷേ സബ്ജക്റ്റ് ആണെന്നുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ച് യാതൊരു പുതുമയും ഇല്ലാത്ത ഒരു കഥയെന്ന് തന്നെ പറയാം. എങ്കിലും ജേക്ക് ജീലൻഹാൾ ആരാധകർക്ക് പടം ഒരു വട്ടം കാണാനുള്ളതൊക്കെ ഉണ്ട്. എനിക്ക് പേഴ്സണലി ഇതൊരു ആവറേജ് അനുഭവമായിട്ടാണ് തോന്നിയത്. സോ ഞാൻ ഇതിന് 3 out of 5 റേറ്റിംഗ് നൽകും. വലിയ രസമൊന്നുമില്ല, ചുമ്മാ കണ്ടിരിക്കാം. പടം ആമസോൺ പ്രൈമിൽ ഇതിന്റെ മലയാളം ഡബിങ്ങും നിങ്ങൾക്ക് കാണാൻ കഴിയും കേട്ടോ. കോമഡിയാണ്, എന്നാലും കുഴപ്പമില്ല.